നീ ജീവിക്കാൻ പോകുന്നത് നിനക്കിഷ്ടമുള്ളൊരു ജീവിതോ അല്ലേ? അമൃതേച്ചി, എല്ലാരും കിടന്നു കാണും, വയറങ്ങാം. ഈ ഒരു അവസരം കൈവിട്ടാ പിന്നെ ഈ നാശം പിടിച്ച കല്യാണത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ആദി പോവല്ലേ, ഒരു മിനിറ്റ്. ആദി പോവല്ലേ. ആദി ആദി താങ്ക്സ്. ആദി നോ മെൻഷൻ എന്ന് പറഞ്ഞ അവന്റെ വായില് മൂത്ത വീഴുന്നു പോവായിരിക്കും. നാളെ പുലരും മുമ്പ് ആ ബോൺസായി ട്രീ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇരുന്നിടത്ത് വെച്ചില്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമാവും കള്ളി. ശരി, നേരം വിളിക്കുന്നതിന് മുന്നേ എടുത്തെടുത്ത് തന്നെ തിരിച്ചു വച്ചേക്കാം. നല്ല ഒന്നാം തരം അവസരമായിരുന്നു വീണ് കിട്ടിയത്. അത് പാഴാക്കിട്ട് വന്ന് നിൽക്കണം. നിപ്പ് കണ്ടില്ലേ? ഒരു നിമിഷം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ നടത്തിയാനെ. അതിനിടയ്ക്ക് ആ തേനീച്ച കൊണ്ട് പൊട്ടിയൊന്ന് ആര് കണ്ട്? യുവന്മാരെ കൊണ്ട് വല്ലതും നടക്കുമോ രാമ? ഇവരെ കൊണ്ട് എന്ത് നടക്കുമെന്ന് ഇന്ന് രാത്രി അളിയന് ബോധ്യപ്പെടും. പിന്നെ ഒരബദ്ധം അതേത് പോലീസുകാരനും സംഭവിക്കാം, പക്ഷേ അത് രണ്ടാമത് ആവർത്തിക്കരുത്. പുത്തംപുരയ്ക്കൽ തറവാട്ടിൽ കയറിയിട്ടായാലും ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ ഈ കൊട്ടേഷൻ തീർത്തിരിക്കും. ആ അളിയൻ കണ്ടോ, നാളെ പുത്തംപുരയ്ക്കൽ വീട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ ശേഷക്രിയകൾ നടക്കും. നാളെ അച്യുതൻ നമ്പ്യാരുടെ നെഞ്ചത്ത് വയ്ക്കാൻ നല്ലത് നോക്കി ഒരു റീത്തളിയും പറഞ്ഞു വെച്ചോ. അമ്മേ, അമ്മേ പ്ലീസ്, ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ചേച്ചിയെ പാനിക്കാക്കല്ലേ. ഇവളുടെ ജീവിതം ഇങ്ങനെയായി തീരുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. അമ്മുവിന്റെ ജീവിതം ഒന്നും അല്ലാതായി തീരാതിരിക്കാനാ നമ്മൾ ഈ തീരുമാനം ഇവിടെ എടുത്തത്. ഇവളുടെ നല്ലതിനു വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേ. വരദാന്റി, ഞാൻ പോയിന്നറിയുമ്പോ എങ്ങനെയാവും മുത്തശ്ശൻ പ്രതികരിക്കുക? മുത്തശ്ശൻ എന്നെ വെറുക്കുവോ? ഞാൻ ചതിച്ചെന്ന് വിചാരിക്കുവോ? അതൊന്നും നീ ചിന്തിക്കണ്ട. എന്നെങ്കിലും ഒരിക്കല് അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും തന്നെ എന്റെ പ്രതീക്ഷ. ഇല്ല, മുത്തശ്ശൻ എന്നെ വെറുക്കും, അതെനിക്ക് ഉറപ്പാ. ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ ഒന്നും ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ചേച്ചി, ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സങ്കടപ്പെടാതെ. എവിടെയായിരുന്നാലും ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും കുറച്ചുനാൾ കഴിയുമ്പോ എല്ലാം കലങ്ങി തെളിയും അമൃതേച്ചി. എന്തോ ഉണ്ടായിരുന്ന ധൈര്യം എല്ലാം ചോർന്നു പോവുക. അമ്മു നോക്ക്, നീ നിന്റെ ലൈഫില് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടാവും, പക്ഷേ ശരിയാണെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളില് എടുക്കേണ്ട സമയത്ത് ചില കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം അത്. നീ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാ മതി. നീ ജീവിക്കാൻ പോകുന്നത് നിനക്കിഷ്ടമുള്ളൊരു ജീവിതോ അല്ലേ? അമൃതേച്ചി,
എല്ലാരും കിടന്നു കാണും. വയറങ്ങാം. ഈ ഒരു അവസരം കൈവിട്ടാ പിന്നെ ഈ നാശം പിടിച്ച കല്യാണത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ചെല്ല്. അമ്മ ചേച്ചി ഒരു മിനിറ്റ്. ഇതാരാ? ഈ വാഴ എന്താ ഇവിടെ?